Hey my beautiful, welcome back to my Pups channel. എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ നിങ്ങളെ ഈ സമയം കാണുന്നത്? എന്ത് ചേഞ്ചസ് ആണ് നിങ്ങൾ അവർ കാണുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ എനർജി അവർ കണക്ട് ചെയ്യുന്നത്? എന്ത് മാറ്റമാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്? സോ നമുക്ക് നോക്കാം. കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ ഇത് ചില സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളായിരിക്കാം, ഓർ പൊതുവെ ജനറലി മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് നിങ്ങളെ ഈ സമയം കാണുന്നത്? So think about your situation, your feelings. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സമയം നിങ്ങളെ പറ്റിയിട്ട് ഫീൽ ചെയ്യുന്നത്? കണക്ട് ചെയ്യാം. So let's see how do they see you? How do they see you? Okay. So നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ്ഡ് ആയിട്ട് ആളുകൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ. സോ നിങ്ങൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. വിച്ച് മീൻസ് അതായത് നിങ്ങൾ പുറമേ എന്താണോ കാണിക്കുന്നത് അതിനപ്പുറം ചില ആളുകൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇമോഷൻസ് മറ്റുള്ള ആളുകൾക്ക് കാണാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ആളുകൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും ഈ ഒരു ടൈമിൽ ഒളിപ്പിക്കാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ. അത് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്, അല്ലേ? സോ നമ്മൾ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. സോ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ആക്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ള ആളുകൾക്ക് നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ടും ജെന്റിലൊക്കെ ആയിട്ട് പെരുമാറാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ. ആൻഡ് ചില ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, നിങ്ങളുടെ എനർജിയും വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഓക്കെ. അത് നിങ്ങൾക്ക് എന്ത് ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും, സോ നിങ്ങൾ ചിലത് പറയേണ്ട കാര്യം പോലും ഇല്ല. ചിലത് നിങ്ങൾ ഹൈഡ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില പ്ലേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇൻറ്റൻഷനലി നിങ്ങൾ ഇങ്ങനെയാണെന്നൊന്നും കാണിക്കുന്നില്ല, പക്ഷേ ആ കാണിക്കാത്ത വേർഷൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഓക്കെ. സോ നമ്മളുടെ കൂടുതൽ ആളുകൾക്കാണ് ചില സമയത്ത് നമ്മളുടെ മാറ്റങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുക. സോ ചില ആളുകൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവർ കാണുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്, വളരെ ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ വളരെ ജനറസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് മറ്റുള്ള ആളുകൾ നിങ്ങളിൽ കാണുന്നത്. ഓക്കെ. സോ നിങ്ങളോടുള്ളൊരു ജെന്യൂൻ അട്രാക്ഷൻ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. അട്രാക്ഷൻ എന്ന് മാത്രം എന്നുള്ളതല്ല, റെസ്പെക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ജോബ് ചേഞ്ച് ചെയ്തു, ജോബിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി, അതിൽ മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഓർ നിങ്ങളുടെ പൊസിഷനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. സോ ചില ആളുകൾ, ഇപ്പം നിങ്ങൾ വളരെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ത്രീത്വത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം, ഓർ പ്രഗ്നൻസിയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ലൊരു അട്രാക്ഷനും ആ ഒരു ബഹുമാനം കൂടെ കൊണ്ടുതരുന്നുണ്ട്. പ്രഗ്നൻസിയിലേക്കൊക്കെ ചില ആളുകൾ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കാം ചില ആളുകൾ പോകുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ മാരേജിലേക്കോ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചില മാറ്റങ്ങളിലൂടെയോ വന്നിട്ടുണ്ടായിരിക്കണം. സോ ഇതൊക്കെ നിങ്ങളെന്ന വ്യക്തിക്ക് ഒരുപാട് അട്രാക്ഷൻ തരുന്ന ചില കാര്യങ്ങളാണ്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെക്കുന്നതായിട്ട് ആളുകൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ. നിങ്ങൾ കൂടുതൽ അവൈലബിൾ ആവാത്തതും നിങ്ങൾക്ക് തരുന്ന ഒരു അട്രാക്ഷൻ ആണ് ചില പ്ലേസിലൊക്കെ. ബിക്കോസ് ചില ആളുകൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളെ കാണുന്നത് നിങ്ങൾ കൂടുതൽ ചില പ്ലേസിലേക്ക് ആക്റ്റീവ് ആയിട്ട് വരുന്നില്ല, നിങ്ങൾ പല കാര്യങ്ങൾ മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പഴയതുപോലെ ചില പ്ലേസിലേക്ക് അധികം ആക്റ്റീവ് ആയിട്ട് കാണുന്നില്ല. സോ ആ ഒരു ഡിസ്റ്റൻസ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളൊന്ന് ഡിസ്റ്റൻസ്ഡ് ആയിട്ട് എവിടെന്നെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതും അഗെയിൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആബ്സെൻസ് കാണിച്ചു കൊടുക്കുന്ന ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ നോക്കാൻ ആ ഒരു സിറ്റുവേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മളെപ്പോഴും ഒരു പ്ലേസിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് പല സമയത്ത് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചോളണമെന്നില്ല, റൈറ്റ്? സോ നിങ്ങളുടെ ചില ആബ്സെൻസ്, നിങ്ങൾ
ഇത്ര കാലം ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്ന സമയത്തും ആളുകൾക്ക് നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഒരു ആളുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണർ, ഓക്കെ, അവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും അവരുടെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. അവരുടെ ഒരു അഡ്മിറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അവരുടെ ഒരു റെസ്പെക്റ്റ് നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ സഹായം നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് സഹായിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ്, നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് വലിയൊരു സഹായമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ അതായത് ഇതുപോലുള്ള ടഫ് സിറ്റുവേഷനിൽ, ജീവിതത്തിന്റെ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന സിറ്റുവേഷൻസിലൂടെ വരുന്ന സമയത്ത് അവർ പരസ്പരം ഉണ്ടാവുന്ന ഒരു വലിയൊരു സ്നേഹം മനസ്സിലാക്കാൻ തിരിച്ചറിയുന്നുണ്ട് ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾ എത്ര ജനറസ് ആണെന്ന് തോന്നിപ്പിക്കുന്ന ചില മൊമെന്റ്സ് ചില ആളുകളുടെ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സോ അവിടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇഷ്ടം, അട്രാക്ഷൻ അതുകൊണ്ടും കൂടിയൊക്കെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ചില ആളുകളോടുള്ള ഫീലിങ്സ് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും എഗെയിൻ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ക്രഷ് ഉണ്ട്, നിങ്ങൾക്ക് പരസ്പരം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത്, പക്ഷെ നിങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല അല്ലെ, പക്ഷെ നിങ്ങളുടെ ഫീലിങ്സ് വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഓക്കെ, സോ അത് ഈവൻ നിങ്ങൾ ഹൈഡ് ചെയ്യുന്ന സമയത്തും ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം അവരോടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് പരസ്പരം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ചില ആളുകൾക്ക് അത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഒരു ജനറസ് നേച്ചർ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ അത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങളൊരു ഗിൽറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളത് ഒഫൻസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ബിക്കോസ് ചില ആളുകൾ ജെന്യൂൻലി നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി വരുന്നതാണ്. അവർ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം വെച്ച് വരുന്ന അതായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ആരെങ്കിലും നിങ്ങളെ നിങ്ങളുടെ അവസ്ഥയിൽ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിങ്ങനെ എല്ലാ പ്ലേസിലും നിങ്ങൾ മാറി നിൽക്കേണ്ട കാര്യമില്ല, ഒറ്റപ്പെടേണ്ട കാര്യമില്ല. ഓക്കെ, സോ അതുപോലത്തെ സഹായവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മറ്റുള്ള ആളുകളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളെ വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ആക്ഷൻ വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അതാണ് ലൈക്ക് നിങ്ങളുടെ ആ ഒരു ഡിസ്റ്റൻസ് അങ്ങനെയാണ് മറ്റുള്ള ആളുകൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതുവരെ നിങ്ങൾ കാര്യങ്ങൾ കണക്ട് ചെയ്തതുപോലെയല്ല നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയാണ് മറ്റുള്ള ആളുകൾ നിങ്ങളിൽ കാണുന്നത്. ഓക്കെ, കൺട്രോൾ. സോ നിങ്ങൾ പല കാര്യങ്ങളും എസ്പെഷ്യലി ലൈക്ക് ഇപ്പം റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ള ഒരാളുടെ തോന്നുന്ന ഫീലിങ്സ്, എനർജി ഡെഫിനറ്റ്ലി ട്രാൻസ്പെറന്റ് ആണ്. പക്ഷെ അത് രണ്ടാൾക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കണം അതിങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുകയാണെന്നുള്ളത് ഫോർ സം റീസൺ. ഓക്കെ, സോ ചില സിറ്റുവേഷൻസ് കൊണ്ട് അത് നിങ്ങളിങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അഗെയിൻ നിങ്ങളുടെ അതായത് മറ്റുള്ള ആളുകൾ നിങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ചില സ്പെസിഫിക് പേഴ്സണിലേക്ക് വരുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ ലൈഫിൽ ചില വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലേ. സോ അവിടെ ഉണ്ടാവുന്ന ചില എനർജി, അവിടെ നിങ്ങൾ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന രീതി, അവിടെ ആ വ്യക്തി നിങ്ങൾ കാണുന്ന രീതി, അത് വളരെ ബ്യൂട്ടിഫുള്ളി സംഭവിക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, സോ അവിടെ ഒരു സ്ട്രോങ് ടെലിപ്പത്തിക് ബോണ്ട് അവിടെ കണക്ട് ആവുന്നുണ്ട്. സോ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതും അതാണ്. സോ ചിലത് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനത് പറഞ്ഞില്ലല്ലോ, അവരത് മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങളത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഈവൻ വാക്കുകൾ കൊണ്ട് അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും. ഓക്കെ, ഷെയറിങ്. ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നത് പോലെയാണ്. ഓക്കെ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലേ. ഇമോഷൻസിലേക്കൊക്കെ വരുന്ന സമയത്ത് പറയാണ്ട് പറയാ എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ പറയാണ്ട് മനസ്സിലാക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ വളരെ ജനറസ് ആണ്. ഈവൻ നിങ്ങൾ എനർജറ്റിക്കലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ജനറസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടംപോലെ നിങ്ങൾ ആ ഒരു എനർജി കൊടുക്കുന്നുണ്ട്, അവർക്ക് അത് കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആളുകൾക്ക് വളരെ ഇങ്ങനെ എൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള ചില എനർജി ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള എനർജി, വളരെ അതായത് ലൈക്ക്
നമുക്ക് വേണമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആക്റ്റീവ് ആക്കുന്ന ചില എനർജി ഈ ഒരു സമയത്ത് ചില ആളുകൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആളുകൾക്ക് കൊടുക്കണം എന്ന് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കാം. അത് സ്നേഹമായിരിക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളൊരു ക്രേവ് നിങ്ങൾക്ക് ചില പ്ലേസിലേക്കൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മറ്റുള്ള ആളുകൾ നിങ്ങളെ കാണുന്നത് വളരെ റിച്ച് ആയിട്ടുമാണ്. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ. ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ സെന്റിമെന്റൽ ആയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, മറ്റുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങൾ വളരെ ഇതുപോലുള്ള മാറ്റങ്ങളാണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ചില ഹിഡൻ ഫീലിങ്സ് ഉണ്ട് ചില ആളുകളോട്, പക്ഷെ അത് അവർക്കത് ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫൈനാൻഷ്യലിലൊക്കെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ജോബിലൊക്കെ വളരെ സന്തോഷമായിട്ട് ഫൈനാൻഷ്യലൊക്കെ വളരെ സെറ്റിൽ ആയിട്ട് തോന്നുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മറ്റുള്ള ആളുകൾ നിങ്ങളെ കാണുന്നത് ആ ഒരു വളരെ ജനറസ് ആയിട്ടുള്ള, വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു എനർജിയാണ് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയിൽ ഒരുപാട് പൂർണ്ണതകൾ മറ്റുള്ള ആളുകൾ നിങ്ങളിൽ കാണുന്നുണ്ട്. അത് ഈവൻ പ്രഗ്നൻസിലേക്ക് വരുന്ന സമയത്തും, നിങ്ങളൊരു സ്ത്രീ പുരുഷൻ ഒക്കെ വരുന്ന സമയത്ത് അവർ നിങ്ങൾ കാണുന്നത് നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ്. ഓക്കെ, സോ അത് നിങ്ങൾ ഒരു വിവാഹത്തിലേക്ക് വരുന്നതോ, ഒരാളുടെ ലൈഫിലേക്ക് വരുന്നതോ, ഒരു കുടുംബത്തിലേക്ക് വരുന്നതോ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി, കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, കുട്ടികൾ നിങ്ങളെ കാണുന്ന രീതിയിലും, ഓക്കെ, ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരുപാട് ക്വാളിറ്റീസ് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കുട്ടികൾക്ക് അത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ പറയാണ്ട് തന്നെ പല പല ഇമോഷൻസും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളി എടുത്ത് പറയേണ്ട ഒരു കാര്യം. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.